നമസ്കാരം. പതിരും കതിരും. മനുഷ്യനെ നശിപ്പിക്കാം, പക്ഷേ പരാജയപ്പെടുത്താനാകില്ല എന്നെഴുതിയ ഹെമിംഗ്വേയുടെ കിഴവനും കടലും ഓർത്തുപോകുന്നു. കിഴവൻ സാന്റിയാഗോ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. പരാജയങ്ങൾ അയാളെ വേദനിപ്പിച്ചതേയില്ല. തകർന്നു പോയേക്കാവുന്ന ഇടങ്ങളിലെല്ലാം മനുഷ്യൻ കൂടുതൽ കരുത്തു നേടുന്നു എന്ന ശാസ്ത്രം അയാൾ ആവിഷ്കരിച്ചു. 75 വയസ്സിന് മേൽ പ്രായമുണ്ടായിരുന്നു കിഴവന്. കാറ്റുമാറിയാൽ തിരിച്ചു വരാവുന്നത്ര ദൂരത്തിലേക്ക് ചെറിയൊരു പായ്വഞ്ചിയിലാണ് അയാൾ കടലിലേക്ക് മീൻ പിടിക്കാൻ പോവുക. അയാൾക്ക് 10-70 ദിവസമായിട്ടും പരാജയം മാത്രമായിരുന്നു ഭക്ഷണം. ഒരു കൊച്ചു മീൻ പോലും കിട്ടിയില്ല. അയാൾക്ക് കൂട്ടുപോകുമായിരുന്ന യുവാവിനെ വീട്ടുകാർ വിലക്കി. വൃദ്ധൻ തനിയെ വഞ്ചി തുഴഞ്ഞ് ആഴക്കടലിലേക്ക് പോയി. ഭാഗ്യം, ചൂണ്ടയിൽ ഒരു മീൻ കൊത്തി. അതിശക്തമായ പിടിവലി. മീൻ ചൂണ്ടയും വള്ളവും വലിച്ച് 3 ദിവസം സഞ്ചരിച്ചു. 3-ാം ദിവസം മീൻ പൊങ്ങി വന്നപ്പോൾ സാന്റിയാഗോ അത്ഭുതപ്പെട്ടു. വള്ളത്തേക്കാൾ വലിയ മത്സ്യം. മത്സ്യത്തെ കീഴടക്കി വഞ്ചിയിൽ കെട്ടി അയാൾ കരയിലേക്ക് തുഴഞ്ഞു. ചത്ത മീനിൽ നിന്നും കടലിലേക്ക് വരുന്ന രക്തഗന്ധം സ്രാവുകളെ മോഹിപ്പിച്ചു. അവ പിന്നാലെ കൂടി മീനിനെ കാർന്നു തിന്നാൻ തുടങ്ങി. അയാൾ ആവുന്നത്ര അവറ്റകളോട് പൊരുതി നോക്കി. മരണം വരെ പൊരുതുക എന്നതായിരുന്നു അയാളുടെ നയം. അങ്ങനെ അയാൾ കടൽക്കരയിലെത്തി. 100 കണക്കിന് ഗ്രാമവാസികൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ അവർ കണ്ടത് 18 അടി നീളമുള്ള ഒരു കൂറ്റൻ മീനിൻ്റെ അസ്ഥികൂടം മാത്രം. കിഴവൻ തളർന്ന് ഉറങ്ങുകയായിരുന്നു. ശരീരം കൊണ്ട് അവശനാണെങ്കിലും ഇന്നും അയാൾ ഊർജ്ജസ്വലനാണെന്ന് പറഞ്ഞുകൊണ്ട് ഹെമിംഗ്വേ കഥ അവസാനിപ്പിച്ചു. സ്രാവുകൾക്കൊപ്പം നീന്തുകയും തിമിംഗലങ്ങൾക്കൊപ്പം വേട്ടയാടുകയും ചെയ്ത VS-ഉം ഇതാ തീരത്ത് അണഞ്ഞിരിക്കുന്നു. വിപ്ലവത്തിൻ്റെ ചെങ്കടലിൽ ഒറ്റയ്ക്ക് പോയി അയാൾ വലിയ മത്സ്യങ്ങളെ പിടികൂടി. പക്ഷേ ആക്രമിക്കാൻ ഓടിക്കൂടിയ സ്രാവുകൾ ആർത്തിയോടെ എല്ലാം അകത്താക്കി. മാംസം കാർന്നു തിന്നു. അയാൾ സ്വപ്നം കണ്ട മാനുഷ്യകത്തിൻ്റെ അസ്ഥികൂടങ്ങൾ മാത്രം ബാക്കിയായി. സാന്തിയാഗോയെപ്പോലെ അയാളും പൊരുതുക തന്നെയായിരുന്നു, മരിക്കും വരെ. കടലിലെ കൂറ്റൻ അലമാലകളുടെ ശബ്ദം പോലും കേൾക്കാത്ത ഉറക്കത്തിലാണ് ഇപ്പോഴയാൾ. സാന്തിയാഗോ സ്വപ്നം കണ്ടതുപോലെ ആഫ്രിക്കയിലെ സിംഹങ്ങളായിരുന്നോ, തരം കിട്ടിയാൽ കടിച്ചു കീറാൻ നിൽക്കുന്ന കഴുതപ്പുലികളായിരുന്നോ ആ മനസ്സിൽ? പണ്ട് കോരിവെച്ച കടൽ വെള്ളത്തിൻ്റെയും കുട്ടിയുടെയും കഥ പിണറായി വിജയൻ പറഞ്ഞപ്പോഴേ മനസ്സിൽ പതിഞ്ഞതാണ് കിഴവനും കടലും എന്ന പ്രശസ്തമായ കഥ. ഹെമിംഗ്വേ തൻ്റെ തലമുറയ്ക്കും വരുംകാല മനുഷ്യവർഗത്തിനും വേണ്ടി എഴുതിവെച്ച മരണപത്രമാണ് ആ കഥ. എന്നാൽ VS എന്ന മനുഷ്യൻ തൻ്റെ ജീവിതം തന്നെ ഇഷ്ടദാനം നൽകി കടന്നുപോകുന്നു. CPM എന്ന പാർട്ടിയും അതിൻ്റെ വിലാപയാത്രയും ആലപ്പുഴയിലെ ചുടുകാട്ടിലേക്കും VS എന്ന മനുഷ്യൻ ജനഹൃദയങ്ങളിലേക്കുമാണ് യാത്ര പോയത്. യാത്രയിലുടനീളം ചാനൽ മൈക്കുകൾ നീണ്ട മുഖങ്ങളെല്ലാം പറയുന്നു VS അവസാന കമ്മ്യൂണിസ്റ്റ് എന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നും. അതേ ഗോവിന്ദ, പാർട്ടി മിത്തും VS സത്യവുമാണെന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിണറായി യഥാർത്ഥമല്ലാത്ത കമ്മ്യൂണിസ്റ്റാണെന്നാണ് കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ചിലരൊക്കെ ആ ബക്കറ്റിൻ്റെ കഥകളും ഓർമ്മപ്പെടുത്തി. അപ്പോൾ പിണറായി വിജയനും സെറ്റും കമ്മ്യൂണിസത്തിൻ്റെ ഈച്ചയടിച്ചാൻ കോപ്പിയാണെന്നല്ലേ അർത്ഥം? ദിവ്യനായി ഞെളിഞ്ഞാൽ പോരാ സഖാക്കളെ, മനുഷ്യനായി പിറക്കണം. അങ്ങനെയെങ്കിൽ അന്ത്യയാത്രയിൽ ഒരു നുള്ളു പൂവും ഒരു തുള്ളി കണ്ണീരുമായി ജനം പിന്നാലെ ഓടി വരും. ഈ വിലാപയാത്ര CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രഹപ്പിഴ തന്നെയാണ്. ജീവിച്ചിരിക്കുന്ന കാലത്തോളം പിണറായി വിജയൻ്റെ ആജന്മ ശത്രുക്കളായിരുന്നു ഉമ്മൻചാണ്ടിയും VS അച്യുതാനന്ദനും. പിണറായി വെറുത്തവരെയും പാരവെച്ചവരെയും 100 മടങ്ങ് അധികത്തിൽ സ്നേഹിക്കാൻ കേരളത്തിലെ ജനങ്ങൾ പഠിച്ചതിൻ്റെ തെളിവാണിത്. അഥവാ ഈ ജനക്കൂട്ടം പിണറായിക്കുള്ള ഒരു താക്കീത് കൂടിയാകുന്നു. VS-ഉം പോയതോടെ അവസാന കമ്മ്യൂണിസ്റ്റുകളുടെ മനസ്സിൽ ഈ ബിസിനസ് പാർട്ടിയിൽ ഒന്നും അവശേഷിക്കുന്നില്ല. ആരൊക്കെയോ കാർന്നു തിന്ന വിപ്ലവത്തിൻ്റെ ഒരു വലിയ അസ്ഥികൂടമല്ലാതെ. VS-നൊപ്പം നിന്ന സഹായികളെയും സഖാക്കളെയും പാർട്ടി പിരിച്ചുവിട്ടു. കൂടെ നിന്നവരൊക്കെ പാലം വലിച്ച് മന്ത്രിയായി. സകല ലോബികളും പെണ്ണുപിടിയന്മാരും ശത്രുക്കളായി മാറി. ഒരൊറ്റ മതനേതാവും സമുദായ പ്രമാണിയും VS-നെ പറ്റി നല്ലത് പറഞ്ഞതായി കേട്ടിട്ടില്ല. ജില്ലാ കമ്മിറ്റിയിലും CC-യിലും VS-നാരുമില്ല. കഴിഞ്ഞ 5 വർഷത്തിലധികമായി VS മഹാമൗനത്തിലായിരുന്നു. പാർട്ടിയിലോ ഭരണത്തിലോ ഇല്ല. വയസ്സ് 102ആയി. ഓർക്കാനോ സ്നേഹിക്കാനോ ആരും ഉണ്ടാകേണ്ട ഒരു കാര്യവുമില്ല. ഒരു സാധാരണ വൃദ്ധൻ ഒരു ആംബുലൻസിൽ കിടന്ന് ചുടുകാട്ടിലേക്ക് ആരുമറിയാതെ പോകാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കർക്കടകമാണ്. എഴുത്തച്ഛൻ കടലിനെ വിശേഷിപ്പിച്ചത് ലവണ ജലനിധി എന്നാണ്. മറ്റൊരു കവിയും ഇന്നോളം കടലിനെ
ലവണ ജലനിധി എന്ന് വിളിച്ചിട്ടില്ല. VS എന്ന ലവണ ജലനിധി അടിച്ചു കയറി ഒരു വരവായിരുന്നു വടക്കോട്ട്. ആർത്തലച്ച മനുഷ്യസ്നേഹം വൻതിരയായി ആകാശം തൊട്ടു. ആ തിരമാലയ്ക്ക് മുമ്പിൽ മണൽത്തരികളെപ്പോലെ തൊഴുതു നിൽക്കേണ്ടി വന്നു പാർട്ടിക്ക്. പുല്ല് അമേരിക്കയെന്ന് വരണ്ടായിരുന്നുവെന്ന് ചിന്തിക്കുന്നവരുമുണ്ട് കൂട്ടത്തിൽ. ഇതൊന്നും കാണേണ്ടായിരുന്നു. അകമ്പടിക്ക് ഇത്ര മനുഷ്യക്കടൽ ഉണ്ടാകുമെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ വണ്ടാനം മെഡിക്കൽ കോളേജിലെങ്ങാനും പ്രവേശിപ്പിച്ചാൽ മതിയായിരുന്നു. ഓർമ്മകളുടെയും അനുഭവത്തിൻ്റെയും 1000 ശ്രാദ്ധമുണ്ടവനെ പൂട്ടാൻ ആനത്തൊടൽ പോരാ സഖാക്കളെ. ജീവച്ഛവമായി കഴിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെയും മുഖമിന്ന് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലില്ല, VS എന്ന നാമാക്ഷരിയല്ലാതെ. ഈ മഹാസമുദ്രം കണ്ടോ ഞങ്ങളുടെ പാർട്ടിയുടെ ശക്തി എന്നൊക്കെ ചിന്തിച്ചു കൂട്ടുന്ന മുതുപോഴന്മാരെ. തൊട്ടിലിൽ കിടന്ന് വിരൽ കുടിച്ചുറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം ഈ VS നിങ്ങളുടെ ആരുമല്ലെന്ന്. കടമ്മനിട്ടയുടെ ചാക്കാല എന്ന് പറയുന്ന കവിത ഓർത്തു പോകുന്നു. ചിത കത്തി തീരും വരേക്കു നമ്മൾ ചിതമായി പെരുമാറാം, ദോഷമില്ല.